ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനും എൻ്റെ സീനിയറും കൂടെ ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര റാൻഡമായിട്ട് തീരുമാനിച്ചായിരുന്നു. കാരണം ഞാൻ പുള്ളിക്കാരി കണ്ടിട്ട് 2 വർഷമായി. പുള്ളിക്കാരി ചെന്നൈയിലായിരുന്നു. അവിടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി നാട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു സിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ അത്ര ക്ലോസ് ആണ്. അപ്പോൾ കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ കാണാൻ വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഇന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ എന്ന് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളി അബൌട്ട് മൈ സീനിയർ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് മോസ്റ്റ്ലി എന്തായാലും നോക്കാം. പുള്ളിക്കാരി ഇതുവരെ കണ്ടില്ല. ഞാൻ 1:30 വരും എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ടൈം ഏതാണ്ട് 12:50 ആയി. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ആരാന്ന് കാണിച്ചു തരാം കേട്ടോ. ബൈ. കണ്ടുപിടിച്ചു ഫൈനലി. ഹായ്, ഇതാണ് ഞാൻ പറഞ്ഞ അനഘ, എന്റെ സീനിയർ അല്ലേ. നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലോഡഡിലാണ് പോകാൻ പോകുന്നത്. അത് കുറവങ്കോണത്താണ്. സോ നമ്മൾ എത്ര നാളായല്ലേ കണ്ടിട്ട്? ഒരു 2 വർഷം, അപ്രോക്സിമേറ്റ് 2 വർഷം. പ്ലസ് ടു കഴിഞ്ഞതാ. ഞാനിപ്പോ BBA ഏവിയേഷൻ എടുത്തേക്കണേ, എറണാകുളം. അങ്ങനെ ഞാനിവിടെ കുറെ നേരമായിട്ട് പച്ചക്കാർ നോക്കി ഇവിടെ പച്ചയില്ല, ഒരു മഞ്ഞയും ഇല്ല. വലിയ ആളായിപ്പോയി, ഇപ്പം മൈൻഡൊന്നും ഇല്ല. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചപ്പോ സെറ്റായി ഗൈസ്. നോക്ക്, അന്ന് നമ്മൾ കണ്ട ടൈമില് സ്കൂട്ടി കൊണ്ടിടിക്കാൻ പോയായിരുന്നു. അത് വേറൊരു കോമഡിയാണ്. അത് നമുക്ക് പിന്നെ പറയല്ലേ. എന്ത് പറ്റാൻ. അപ്പൊ നമുക്കിനി ലോഡഡിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ബൈ. അങ്ങനെ നമ്മൾ ലോഡഡിലെത്തി ഗൈസ്. പക്ഷെ ഇവിടെ പാർക്കിങ്ങിന് നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. സെർച്ചിങ്. നമ്മള് നേരത്തെ പോയില്ല, കറങ്ങി വന്നില്ലേ, അതിന്റെ അവിടെ. ഇതിന്റെ അകത്തൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. പാർക്കിംഗ് പ്രോ ആണ് ഗൈസ്. പാർക്കിംഗ് പ്രോ പാർക്കിംഗ് പ്രോ. ഇനി വല്ലതും കഴിക്കണം, കാരണം വിശന്നിട്ട് അതുകൊണ്ടാണ് കണ്ണാടിയൊക്കെ വെച്ചേക്കുന്ന കേസ്. നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇതാണ് ലോഡഡ് അല്ലേ? ലോഡഡിലെത്തി ഗൈസ്. നമ്മൾ ലോഡഡിലെത്തി. ഇവിടെ വന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് കൊള്ളാം, ലോഡഡ് ഫ്രൈസ്. പിന്നെ ഉള്ളത് പിന്നെ കോണ്ടോഗ് കൊള്ളാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊരു ഹോട്ട്ഡോഗ് പോലത്തെ സോസേജിൽ കോട്ട് ചെയ്ത് അതായിരിക്കും, ഞാൻ കഴിച്ചില്ല. പിന്നെ പെരി പെരി വിങ്സ് ഒക്കെ കൊള്ളാമെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് മാക്സിമം കഴിക്കാം. കുറച്ച് എന്തെങ്കിലും കഴിക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? പരമസുഖം. ഈ പണ്ട് കാണുമ്പോൾ ഈ ഒരു ഹെയർ ആണ് പുള്ളിക്കാർക്ക്. ഇതുവരെ സ്ട്രെയിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എനിക്കൊരു പ്രത്യേക ഇഷ്ടം ഇതിനോട് എന്ന് ഞാൻ പറയില്ല. എനിക്കിഷ്ടമല്ല, ഇതിന് എനിക്കിഷ്ടമല്ല. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് പറയാം. നമ്മള് കോണ്ടോഗ്, അത് BBQ ഒരു കോംബോ ഓർഡർ ചെയ്തായിരുന്നു. ലോഡഡ് ഫ്രൈസ് വിത്ത് ഐസ് ക്രീം. അപ്പോൾ ഇത്രയാണ് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. ബാക്കി കഴിക്കാൻ പറ്റുമോയെന്ന് അറിയാത്തത് കൊണ്ട് ഇത്രയും തരക്കാനും ഓർഡർ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഓർഡർ ചെയ്ത സാധനം എത്തി. ഇത് ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ദിസ് ബാർബിക്യൂ ചിക്കൻ വിങ്സ്. നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ലോഡഡ് ഫ്രൈസ്, ചിക്കൻ ലോഡഡ്. അത് എക്സ്ട്രാ കിട്ടുന്നില്ലല്ലോടാ. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം.
നേരത്തെ ആക്ച്വലി ചിക്കനൊന്നും വന്നില്ല, ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ. എനിക്ക് ആദ്യം ചിക്കൻ, പിന്നെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ്. ഇപ്പോൾ ഓക്കെ. നമ്മുടെ അടുത്ത് ലോഡഡ് കോണ്ടോർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലെറ്റ്സ് ട്രൈ ദിസ്. കൊള്ളാമോ? ചിക്കൻ സോസേജ് ഹോട്ടൽ ഓക്കെ, നീ ഗോയിങ് ടു ട്രൈ. പയ്യെ വിടുതോ ചിലപ്പോൾ അത് വരും. ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ? ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അങ്ങനെ ഭയങ്കര അടിപൊളിയൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഓക്കെ ഓക്കെ ഇതാണ്. എന്നാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിക്കൻ സോസേജ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ബാർബിക്യൂ ചിക്കൻ വിങ്സ് ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അമ്മയാണ്. അങ്ങനെ നമ്മളിപ്പോൾ മോമോ പ്രൈമിൽ വന്നേക്കാണ് അടുത്ത ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി വിശന്നിട്ടാണ് കേട്ടോ, അവിടെ നമുക്ക് ഫില്ലായില്ല. നമ്മൾ വിചാരിച്ചു ഇവിടെ കയറാമെന്ന്. ഇവിടെ കൊള്ളാം, എൻ്റെ അച്ഛൻ എനിക്കറിയാലോ. അപ്പോൾ നമുക്ക് അടുത്ത മോമോസ് ട്രൈ ചെയ്യാം. നമുക്ക് എന്താ വാങ്ങിക്കാം? പെരി പെരി വാങ്ങാം. ഓക്കെ, പെരി പെരി വാങ്ങിക്കാം. നമുക്ക് പെരി പെരി ട്രൈ ചെയ്യാം. ആദ്യം ഓർഡർ ചെയ്യണം, ഓർഡർ ചെയ്തിട്ടില്ല, കഴിക്കാം. നമ്മൾ കുറേ നേരമായിട്ട് ചെന്നൈയുടെ കാര്യവും എറണാകുളത്തെ കാര്യം പറഞ്ഞു. ഞാനിതുവരെ പോയില്ല എറണാകുളത്ത്. ഇവിടെ ചെന്നൈ പ്രോഡക്റ്റാണ് ഇവിടെ വന്നേക്കുന്നത്. 3 വർഷം ചെന്നൈയിലായിരുന്നു, ഇനി ചെന്നൈ. അതുകൊണ്ട് 2 വർഷം എന്നെ മറന്നു, ലിറ്ററലി എന്നെ മറന്നു. എന്നെ വേണ്ടാതെ എന്നെ കളഞ്ഞു. അവിടെ പോയി എക്സാം ഒക്കെ വരുമല്ലേ, പ്രോജക്റ്റ്. എനിക്ക് തോന്നുന്നു അവിടെ ലാസ്റ്റ്, അതായത് ഇയർ എൻഡിങ് മാത്രമേ എക്സാം ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സെമസ്റ്റർ ഉണ്ടോ? പിന്നല്ല, എനിക്കറിയത്തില്ല, എനിക്ക് പേടിയാവും. ഒറ്റയ്ക്ക് എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യും. സർവൈവ് 3 years. ഞാനും 3 years ആണ് ഗൈസ്. ഇപ്പൊ തൊട്ട് 4 years ആണ്, പക്ഷെ എന്താണ് അത് ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ 4 years ആക്കിയുള്ളൂ. അപ്പം അവിടെ ഇപ്പോൾ 3 years ആവും. നമ്മുടെ മോമോസ് വന്നു ഗൈസ്, കൊള്ളാല്ലേ? സോയമ്മി, നല്ല ചൂടുണ്ട്. മോമോസ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാം, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ഓക്കെ, നമ്മൾ മോമോസ് കഴിച്ച് കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയോ കഴിച്ച് തീർത്തു എന്ന് വേണം പറയാനായിട്ട്. നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പക്ഷെ പ്രതീക്ഷിച്ച അത്ര എരിയില്ല. എരിവ് പേടിയാണ് ഗൈസ്, ഭയങ്കര പേടിയാണ്. ഇല്ല, എനിക്ക് ലൈക്ക് ചെന്നൈയിൽ കണ്ട കൂടെ ഫുഡെല്ലാം വാങ്ങി കഴിച്ച് വയറ് കുറച്ച് പ്രശ്നമായിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ എരിവൊന്നും കഴിക്കാൻ പാവം എൻ്റെ കുട്ടി. ഇനിയിപ്പോൾ നല്ല ഫുഡ് കഴിക്കാലോ, പറയാൻ പറ്റില്ല. അല്ല, കോയമ്പത്തൂർ പോകുന്നതുകൊണ്ട് ഇനി നല്ല ഫുഡ് കഴിക്കാൻ പറ്റൂല. അവിടെ വെജിറ്റേറിയൻ കുഴപ്പമില്ലായിരിക്കും. ലോഡഡിൽ നിന്ന് കഴിച്ചിട്ട് മോമോ പ്രൈമിൽ പോയി നമ്മൾ മോമോസും കഴിച്ചിട്ട് ഇപ്പം സംസമിൽ പോകാൻ പോവാണ്. സംസം ബൺ കഫേ. അവിടെ നിന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാനുണ്ട്. അതുകൂടെ കഴിച്ച് നമ്മൾ വൈവ് പറഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല ടേസ്റ്റാണ്. ഞാൻ പറയുന്ന എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും, അത് വേറെ കാര്യം. ഞാൻ കഴിച്ചിട്ട് പറയാം. കുക്കി ബൺ ഐസ്ക്രീം കഴിച്ചിട്ടില്ലേ? ഞാൻ അന്ന് പോയിട്ട് അല്ല, ഐസ്ക്രീം അല്ല, അല്ലാതെ കുക്കി ബൺ പണ്ടെപ്പോഴും കഴിച്ചിട്ട്. കുക്കി ബൺ വിത്ത് ഐസ്ക്രീമാണ് ടേസ്റ്റിയുള്ള സാധനം, അടിപൊളിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ കുക്കി ബൺ വിത്ത് ഐസ്ക്രീം വന്നിരിക്കുകയാണ്, കഴിക്കാം. കഴിച്ചു അടിപൊളി. കട്ട് ചെയ്യാൻ അറിയാം, എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ അത് കട്ടിയായി പോയോണ്ട്
അതിനോട് ഐസ്ക്രീം എടുക്കാം. ആദ്യം നമുക്ക് ഫൈനലി ഡൺ. എനിക്ക് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാനെന്ത് കഴിക്കാനായിട്ട് പോവാണ്. ഓഫീസ് പോലെ ആണോ? അടിപൊളി. യു ഷുഡ് ട്രൈ ഇറ്റ്. അതെ, ട്രൈ ചെയ്യും. സംസം പനി കഫേ വയന്മാർ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങള് ഇനി വൈകിട്ട് കൊണ്ട് വീട്ടിലാക്കണം. ഇനി എന്നെ കൊണ്ട് വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് പാവം പൊറുതി മുട്ടി മണ്ടി ഓടിക്കുവാണെന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഓടിക്കുവാണ്. വലിയ തിരക്കൊക്കെ നേരത്തെ അവരുടെയൊക്കെയോ ഇടയിൽ നിന്ന് പോയായിരുന്നു, പക്ഷെ അവരൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെന്താണ്, അപ്പോ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ കണ്ടതുകൊണ്ട് എങ്ങനെയുണ്ട്? ഹൗ യു ഫീലിംഗ്? എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നുന്നില്ല. അതേപോലെയൊക്കെ തന്നെ എനിക്കും അതേപോലെയൊക്കെ തന്നെ, വലിയ ചേഞ്ച് ഒന്നും തോന്നിയില്ല. പക്ഷെ എന്തായിരുന്നു, 2 വർഷം കഴിഞ്ഞ് കാണുമെന്നൊരു ഫീൽ ഇല്ലായിരുന്നു. ആക്ച്വലി എക്സൈറ്റഡ് ആയിരുന്നു. അല്ല, കൊറോണയ്ക്ക് ശേഷം വർഷങ്ങളൊക്കെ പെട്ടെന്ന് പോവാ, വർഷം ഒന്നും നിക്കണില്ല. സത്യം. അപ്പൊ കഴിഞ്ഞ വർഷം പോയത് തന്നെ ഒന്നും അറിഞ്ഞില്ല. അപ്പോ നമ്മള് നേരെ എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അതെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമന്റ്. അല്ലേ, എല്ലാരും കമന്റ് ഒക്കെ ചെയ്യണം. അപ്പൊ ഇനി സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.